ഫ്ലൈറ്റ് എടുത്ത് വല്ല ബോംബെയിലോ ചെന്നൈ അങ്ങനെ പോലും പോയപ്പോട്ട് ഇവരെ അവിടെ നിൽക്കുന്നത് അല്ലേ? അറിയോ ചെന്നൈയിൽ ബോംബെയിൽ അവിടെ പടം റിലീസ് ആവുമല്ലോ അവിടെ സേഫ് അല്ല, അവിടെ സേഫ് അല്ലടാ. ഈടായിട്ട് ഇറങ്ങുന്നുണ്ട് അവന്മാര് കണ്ടിട്ടേ ചിലപ്പോ അവിടെ നിന്നും ചിലപ്പോ ഇദ്ദേഹം പിന്നെ തെലുങ്കില് ഇദ്ദേഹത്തിന് പടം ഇറങ്ങിയതിനു ശേഷം പിന്നെ ആ ഏറിയ പോയിട്ടില്ല ഹൈദരാബാദ്. ഞങ്ങളുടെ ഇപ്പൊ കഥാപാത്രത്തിന്റെ ലുക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങള് വേറെ ലുക്കിലൊക്കെയാണ്. അത് മാറാത്തോണ്ട് ലുക്ക് ഒരേ ലുക്കല്ലേ, ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കും, ഞങ്ങൾ കണ്ടുപിടിക്കില്ല. അത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഹിന്ദി പടവും ഈ തെലുങ്ക് പടമൊക്കെ ഇന്ന വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സമയത്ത് 2-3 തമിഴിൽ എനിക്ക് 2-3 ഓഫർ വന്നു. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്ന, ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത്, അവര് വിചാരിച്ചിരിക്കുന്ന ആഴ്ചക്കാഴ്ചക്ക് സിനിമ, അവര് എറണാകുളമൊക്കെ ഇറങ്ങി വരുമ്പോഴേ അവര് കാണുന്ന ഈ മനുഷ്യ ഇത് ആരാണ് ഈ പോസ്റ്റർ, അങ്ങനെ അവരോട് എന്നോട് ഒരാളെ ചോദിച്ചു എല്ലാ ആഴ്ചയും അവളോ പടം ഉങ്ങളോട് എല്ലാ പടവും ഹിറ്റാ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ ഹിറ്റ് അവര് പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് ഈ ഒരു നടൻ മാത്രമേ ഉള്ളൂ കേരളത്തിലെ സിനിമയിൽ. അതാണ് അവരുടെ ഡൗട്ട്. എപ്പോ ഇയാളുടെ പോസ്റ്റർ ഉങ്ങളോട് എല്ലാ പടവും ഹിറ്റാ, ചെറിയ ഹിറ്റ് ഞാനെനിക്ക് പറയാൻ പറ്റുമോ ചേട്ടാ, ഒരു കണ്ടിന്യൂസ് 8-10 ദിവസം ഷൂട്ട് നടക്കുക, ഒരു ദിവസം ധ്യാനില്ല, ഒറ്റ ദിവസം ധ്യാനം ഇല്ല. എനിക്ക് ഷൂട്ടില്ല. അപ്പൊ ഞാന് മറ്റേ ധ്യാൻ്റെ അസിസ്റ്റന്റ് ചോദിച്ചു ധ്യാനവിടെ. അപ്പൊ ചേട്ടൻ ഇത് കോയമ്പത്തൂർ വിട്ടു. എന്നോട് റൂം പാലക്കാടല്ലേ? അല്ലേട്ടാ ചേട്ടാ കോയമ്പത്തൂർ വിട്ടു കേട്ടാ. കോയമ്പത്തൂർ ശരി വെറുതെ നമ്മൾ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ കോയമ്പത്തൂർ പോയി? അല്ല അവിടെ നിന്നാണ് എനിക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്. ചെന്നൈക്ക് എന്തിനാ പോയി? തമിഴ് പടത്തിന് ഡബിങ് ഉണ്ടായിരുന്നു കേട്ടാ ഒരു ദിവസം. എന്നിട്ട് പോയിട്ട് അടുത്ത ദിവസം, നമ്മൾ ഈ കാണുന്ന രൂപമൊന്നുമല്ല ആള്. അടുത്ത ദിവസം പുള്ളി അവിടുന്ന് കോയമ്പത്തൂര് ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് നേരെ ലൊക്കേഷനിലോട്ടാണ് വരണത്. നമ്മള് അപ്പൊ ഞങ്ങൾ നേരെ ഹിറ്റ് നേരെ പറഞ്ഞ ആ പടങ്ങളാണ്. ഇനി തമിഴ്നാട്ടിൽ പോയിട്ട് ഹിറ്റുകൾ കൊടുക്കാൻ വേണ്ടി പോവാ. അവനറിയാം അതിന്റെ ഉത്തരം അവനറിയാം. ധ്യാൻചേട്ടൻ തന്നെ നേരെ ഇന്റർവ്യൂവിൽ ഈ കഥകളൊക്കെ പറയും. ഇല്ല ഇത് പറയില്ല. ഈ പറയാത്ത കഥകളുണ്ട് എന്തിന്റെ ആരെക്കുറിച്ച്? ധ്യാൻചേട്ടനെ കുറിച്ച് തന്നെ നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ പുറത്തു പറയരുത്. അടുത്ത് കേരള പോലീസ് പിടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബാസി പറഞ്ഞ പോലെ ഞാനെല്ലാം മേലെ പറഞ്ഞോളാന്ന് പറഞ്ഞ പോലെ നിങ്ങളോടൊന്നും പറയാനല്ല, എല്ലാം ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. ഞാൻ ആലോചിക്കണ്ടേ, 10 മണി പറഞ്ഞിരുന്നു, അവൻ 8-8:15 എത്തി. അവനൊക്കെ എത്തി കഴിഞ്ഞാൽ അതും വാർത്ത. ഒരു തോതിലാണ് സമയത്തിന് മുമ്പ് എത്തുന്നത്.